എൻ്റെ തുക്കുടുമണിയാണോ എന്ന് ചോദിച്ചിട്ട് ഒരു വീഡിയോ എനിക്ക് അയച്ചിട്ടുണ്ടായിരുന്നു ഗൈസ്. അതെൻ്റെ തുക്കുടുമണിയല്ല. അതുകൊണ്ട് ആ തുക്കുടുമണിയും ആ ബോഡി ഉണ്ടാക്കിയ ആൾക്കെതിരെ. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ കടൽ മച്ചാന്റെ ഒരു ന്യൂഡ് വീഡിയോ അല്ലെങ്കിൽ ഒരു അടി വീഡിയോ കിടന്ന് കറങ്ങുന്നുണ്ട്. നല്ല ട്രോളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ കണ്ടു. അപ്പൊ ഇതിൽ എന്തെങ്കിലും ജെനുവിനിറ്റി ഉണ്ടോ, ഇത് ജെനുവിനായിട്ടുള്ള വീഡിയോ ആണോ എന്നൊക്കെ ഉള്ള ഒരു സംശയവും ചോദ്യങ്ങളൊക്കെ നമുക്കുണ്ട്. കാരണം ഇന്നത്തെ കാലത്ത് AI-യുടെ ഒരു കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ ഇതൊരു ജെനുവിൻ വീഡിയോ ആണോ അല്ലയോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. അപ്പൊ എല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യം തന്നെ മച്ചാൻ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. കേസ് ഫയൽ ചെയ്തിട്ട് പോസ്റ്റൊക്കെ ഇൻസ്റ്റയിൽ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു, ജസ്റ്റിസ് ഫോർ മച്ചാൻ എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നിട്ട് ഐ ട്രസ്റ്റ് ഇൻ ലോ താങ്ക് CM ഓഫീസ് എന്ന് പറഞ്ഞിട്ട് കൊല്ലം സ്റ്റേഷന്റെ ആ ഒരു ഫ്ലെക്സ് ആണ് ബാക്കിൽ കാണുന്നത് ഈ ഫോട്ടോയുടെ. മച്ചാനും മച്ചാൻ്റെ അമ്മയും കൂടി നിൽക്കുന്നൊരു പോസ്റ്റാണ്. ഇനി അതിന് താഴെ കൊടുത്തിട്ടുള്ള കുറിപ്പ് ഞാനൊന്ന് വായിക്കാം. നന്ദി അമ്മ, യു ആർ മൈ റോൾ മോഡൽ, കേസ് ഫയൽഡ്. പലതവണ പലരും പല രീതിയിൽ പല സ്ഥലങ്ങളിൽ നിന്നും പല രീതിയിൽ ഉപദ്രവിച്ചപ്പോൾ ഒന്നും മിണ്ടാതെ പ്രതികരിക്കാതെ ഇരുന്നത് മറ്റൊന്നും കൊണ്ടല്ല, ഞാനും അവർക്ക് തുല്യമാവും എന്ന് കരുതിയാണ്. ഈ തവണ പക്ഷേ മനുഷ്യ മനസാക്ഷിയെ പോലും തോൽപ്പിക്കുന്ന രീതിയിലാണ് എന്നെ ഉപദ്രവിച്ചത്. അതുകൊണ്ട് ഞാൻ ഇവിടെ തുടങ്ങുക ആണ് പോരാട്ടം നിയമത്തിന്റെ വഴി. പക്ഷെ ഈ പോരാട്ടത്തിൽ വിജയം എൻ്റെ ഒപ്പമായിരിക്കും. കാരണം തെറ്റ് ചെയ്യാത്ത എനിക്ക് ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല. എന്നെ ഇത്രയും നാൾ സ്നേഹിച്ച് വിശ്വസിച്ച് കൂടെ നിന്ന് എല്ലാവർക്കും ഞാൻ ഉറപ്പ് തരുകയാണ്, ഈ ഉപദ്രവിച്ച ആളുകളെ നിയമത്തിന്റെ മുന്നിലും നിങ്ങളുടെ മുന്നിലും ഞാൻ കൊണ്ടുവരും. അതിനുവേണ്ടി ഏതറ്റം വരെ പോകാൻ ഞാൻ തയ്യാറാണ്. ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് എനിക്ക് എൻ്റെ അമ്മയെ മാത്രം ബോധിപ്പിച്ചാൽ മതി. എനിക്ക് ഈ പോലീസ് ആൻഡ് സൈബറിൽ വിശ്വാസമുണ്ട്. എനിക്കെതിരെ ആ ന്യൂഡ് വീഡിയോ ക്രിയേറ്റ് ചെയ്ത ആളെ അറസ്റ്റ് ചെയ്യുകയും പ്രചരിപ്പിച്ചവർക്കെതിരെ നടപടിയെടുക്കാനും വേണ്ടി തെളിവ് സഹിതം പരാതി നൽകി. നിയമത്തിന്റെ വഴിയിൽ ഞാൻ ഏതറ്റം വരെ പോകാനും ഇനി നമ്മുടെ സമൂഹത്തിൽ ഒരാൾക്കും എതിരെ ഇത്തരം വ്യാജ പ്രചരണം ഉണ്ടാകാതിരിക്കാനും വേണ്ടിയാണ് എൻ്റെ പോരാട്ടം. എൻ്റെ വീഡിയോ ക്രിയേറ്റ് ചെയ്ത് ഷെയർ ചെയ്ത AI മീഡിയ പ്ലാറ്റ്ഫോമുകൾക്ക് എതിരെ സഹിതമാണ് ഇപ്പോൾ കംപ്ലൈൻറ്റ് ചെയ്തിരിക്കുന്നത്. എൻ്റെ കൂടെ നിന്ന് കടൽ മച്ചാൻ ഫേസ്ബുക്ക് ആൻഡ് ഇൻസ്റ്റ എല്ലാ ഫോളോവേഴ്സിനും നന്ദി. ഓച്ചിറ പോലീസ് സ്റ്റേഷനിലാണ് ഓഫീസിൽ നിന്നും നന്ദി എന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റും കാര്യങ്ങളൊക്കെ മച്ചാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മച്ചാനെതിരെ വന്നിട്ടുള്ള ആ വീഡിയോ വ്യാജമാണെന്നാണ് പറയുന്നത്. ഞാൻ എന്തായാലും ആ വീഡിയോ ഒന്നും സൈഡിൽ കൊടുക്കുന്നില്ല, വേറൊന്നും കൊണ്ടല്ല. ഇങ്ങനെ കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു വിഷയമല്ല. അല്ലെങ്കിൽ തന്നെ മറ്റൊരാളുടെ ഇങ്ങനത്തെ വീഡിയോ നമ്മൾ പ്രചരിപ്പിച്ച് അത് ശരിയല്ല. ഓക്കെ, അതുകൊണ്ട് ഞാനത് ഷെയർ ചെയ്യുന്നില്ല. പക്ഷെ ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായ സ്ഥിതിക്ക് നമ്മളത് സംസാരിക്കണം. എന്തായാലും മച്ചാൻ പറയുന്ന കുറച്ച് വാക്കുകൾ നമുക്കൊന്ന് കേട്ടു നോക്കാം. എൻ്റെ തുക്കുടുമണിയാണോ എന്ന് ചോദിച്ചിട്ട് ഒരു വീഡിയോ എനിക്ക് അയച്ചിട്ടുണ്ടായിരുന്നു ഗൈസ്. അതെൻ്റെ തുക്കുടുമണിയല്ല. അതുകൊണ്ട് ആ തുക്കുടുമണിയും ആ ബോഡി ഉണ്ടാക്കിയ ആൾക്കെതിരെ ഞാൻ കേസ് കൊടുത്തിട്ട് വരുന്ന വഴിയാണ്. സോ തുക്കുടുമണി ഷെയർ ചെയ്തവർക്കെതിരെയും തുക്കുടുമണി ഉണ്ടാക്കിയ ആൾക്കെതിരെയും കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇന്ത്യൻ പീനൽ കോഡിലും നിയമവ്യവസ്ഥയിലും ഭാരതീയ സംഹിതയിലും നല്ല വിശ്വാസമുണ്ട്. ഓക്കെ, മച്ചാൻ ഇവിടെ നല്ല വിശ്വാസമുണ്ട്, കേസ് കൊടുത്ത് മുന്നോട്ടാണ്, നല്ല കാര്യമാണ്, മുന്നോട്ട് പോകണം. പക്ഷേ ഞാനൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഇടുന്നത് വേറൊന്നും കൊണ്ടല്ല. പണ്ട് ഹെലന്റെ ഫോട്ടോ ഇതുപോലെ മോർഫ് ചെയ്ത് ഒരുത്തൻ ഇറക്കിയിട്ടുണ്ടായിരുന്നു, മോശമായ രീതിയിൽ. ഹെലൻ ഓഫ് സ്പാർട്ടയുടെ ധന്യയുടെ ഒരു ഫോട്ടോ ഒരുത്തൻ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അന്ന് ധന്യ കൊണ്ട് കേസ് കൊടുത്തിട്ട് പോലും അതൊന്നും ആകാതെ പോയി. ആ സ്ഥാനത്ത് ഇനിയിപ്പോൾ മച്ചാൻ്റെത് എന്താവും നമുക്ക് ഓട്ടോമാറ്റിക്കലി ഇരുന്ന് ചിന്തിച്ചാൽ മാത്രം മതി. അത്യാവശ്യം ലോജിക്ക് വെച്ച് ചിന്തിച്ചാൽ നമുക്ക് പിടികിട്ടും അത് ഏത് സ്ഥലം വരെ എവിടെ എത്തിച്ചേരുമെന്ന്. അത് മോർഫ് ചെയ്ത പിക്ചർ ആയിട്ടും ഒന്നും നടന്നില്ല. ഇങ്ങനെ ഒരുത്തന്നെ എഡിറ്റ് ചെയ്തുണ്ടാക്കിയ ഫേക്ക് ഫോട്ടോ ആയിട്ട് പോലും അതൊന്നും നടന്നില്ല. ഇവിടെ മച്ചാന്റെ ഫോട്ടോ എത്രത്തോളം അത് വീഡിയോ ഞാൻ കണ്ടായിരുന്നു. ഈ പറയുന്ന പോലെ ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ ഒന്നും നമുക്കറിയാം. ഈ പറഞ്ഞ പോലെ തെളിയിക്കുക തന്നെ ചെയ്യണം. പിന്നെ ഈ കേസിന്റെ പിന്നാലെ നടന്നു കഴിഞ്ഞാൽ എത്രത്തോളം അത് തെളിയെന്ന് ചോദിച്ചാൽ എനിക്കതിൽ വലിയ പിടുത്തൊന്നും ഇല്ലടേ. പിന്നെ ഇനി വിഷയത്തിലോട്ട് വരാം. നമ്മുടെ ഈ വീഡിയോ പ്രചരിപ്പിച്ച മച്ചാനെയും മച്ചാൻ പറയുന്നത് നമുക്കൊന്ന് കണ്ടുനോക്കാം. ഞാനിങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ ഇങ്ങനെ വന്നിരിക്കുക, നോർത്തിലാണുള്ളത്. കണ്ടില്ല, ഞാൻ ലൗകിക ജീവിതമൊക്കെ ഉപയോഗിച്ചിട്ട് ആത്മീയമായിട്ടുള്ള ഒരു പാതയിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ എനിക്ക് വല്ലാത്തൊരു ആഗ്രഹം കുറച്ച് കുൽക്കി സർബത്ത് കുടിക്കണം. അങ്ങനെ കുൽക്കി സർബത്ത് കുടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നോക്കുമ്പോൾ ഇവിടെ കിട്ടുമായിരിക്കും, പക്ഷെ എനിക്കറിയില്ല റെയിൽവേ സ്റ്റേഷനിൽ ഒന്നും കിട്ടാനില്ല. അങ്ങനെ ഞാനിങ്ങനെ കുൽക്കി സർബത്ത് അവിടെ കിട്ടുന്നൊക്കെ ഇങ്ങനെ ആഗ്രഹിച്ച് ഇങ്ങനെ അത് ഇവിടെ കിട്ടുന്ന ഒരു ഇതിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എന്റെ സുഹൃത്തിനൊരു വീഡിയോ അയച്ചത്. അപ്പോൾ ആ വീഡിയോ കണ്ടതോട് കൂടി കുൽക്കി സർബത്ത് കുടിക്കാനുള്ള എന്റെ ഒരു ആഗ്രഹം അതോട് കൂടി ഇല്ലാണ്ടായി. സത്യം പറയാം, കുൽക്കി സർബത്തിനോട് തന്നെ വെറുതെ. അപ്പൊ ആ ഒരു വീഡിയോ ഞാൻ ജസ്റ്റ് ഞങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ കുറച്ച് കവർ ചെയ്യും, കാരണം അത് അങ്ങനെ കാണിക്കാൻ പറ്റുന്ന ഒരു വീഡിയോ ആണ്. കാരണം എല്ലാ കുൽക്കി സർബത്തും നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റില്ല. ആരാണെന്ന് എനിക്കറിയില്ല കേട്ടോ, ആരാണ് എന്താണെന്നൊന്നും എനിക്കറിയില്ല.
ഇനിയിപ്പോ ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ ചില ആളുകൾ പ്രമുഖരായിട്ടുള്ള ആരെങ്കിലും ഒക്കെ ഇത് ഞാനല്ല എന്റെ മോട്ട് ചെയ്താണെന്നൊക്കെ പറഞ്ഞു വരുമായിരിക്കും. ആ പ്രമുഖരോട് എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. പിന്നെ എന്താ പറയാ, വല്ലാത്ത ജാതി കുൽക്കലായി പോയി. ഇങ്ങനത്തെ കുൽക്കലൊന്നും നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല. അംഗീകരിച്ചു കൊടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു കുൽക്കലായി പോയി. അതൊന്നും വലിയ പ്രശ്നമില്ല. പക്ഷെ എന്നാലും കുൽക്കി സമയത്ത് കുടിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ അതിന് വേണ്ടിയിട്ട് ഒരു കട തുറന്നിട്ട് എന്ത് ചെയ്യുക, അവിടെ ഇരുന്ന് പൊരിക്കുക, അവിടെ ഇരുന്ന് പൊരിക്കിട്ട് എന്ത് ചെയ്യുക, ആൾക്കാർ കൊടുക്കുക. അല്ലാണ്ട് നിങ്ങൾ ഈ ഓൺലൈനിലൂടെ അല്ലാന്നുണ്ടെങ്കിൽ വീഡിയോ കോളിലൂടെ പൊരിക്കി എടുത്തു കഴിഞ്ഞാൽ അവിടെ എത്തൂല. അപ്പൊ അത് അവിടെ എത്തുന്നതിന് പകരം എത്തുന്നതാണ് ഇവിടെ എങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ നമ്മളെപ്പോലുള്ള ആൾക്കാരിലേക്കൊക്കെ ഇങ്ങനെ കാട്ടുതീ പോലെ പറഞ്ഞു പിടിച്ച് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ ഈ എന്താ പറയാ, ലൗകിക ഞാൻ പറഞ്ഞ പോലെ ലൗകിക ജീവിതത്തിലൊക്കെ ഒരു മാറ്റത്തിന് വേണ്ടിയിട്ട് ഒരു തീർത്ഥയാത്രക്കായിട്ട് വന്നതാണ്. വല്ലാത്ത കുലിക്കലായി പോയി. എന്താ കടൽക്കുതിരന്റെ പോലുള്ള ഒരു സംഭവം. പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ ഈ വീഡിയോയിലുള്ള ഒരു മച്ചാനോട് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ മച്ചാൻ കുറച്ചും കൂടെ സ്ട്രോങ് ആവും. മച്ചാൻ കുറച്ചും കൂടെ ഒന്ന് വളർച്ച പ്രാപിക്കാണ്ട് ഒരു ആത്മീയമായിട്ടുള്ള രീതിയിലുള്ള ഒരു വളർച്ചയിലേക്ക് മച്ചാൻ എത്താനുണ്ട്. അത് എത്തുന്ന സമയത്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കാര്യമില്ല. അപ്പൊ നമ്മളെന്താ വെച്ചാൽ ഈ പറഞ്ഞ പോലെ ഓൺലൈനിൽ കുലിക്ക് സർവത്ത് വിളിച്ചിട്ട് കാര്യമില്ല. കുലിക്ക് സർവത്ത് കൊടുക്കാനുണ്ടെങ്കിൽ കുടിക്കാൻ ആഗ്രഹമുള്ള ആൾക്കാരെ നമ്മൾ വിളിച്ചു വരുത്തിയിട്ട് അവർക്ക് സർവത്ത് നമ്മൾ എടുത്തെടുക്കണം. കുടിച്ചിട്ട് കൊടുക്കണം. അപ്പൊ അവർക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ആഗ്രഹമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവരത് പാർട്ടിയോട് കൂടിയിട്ട് അവരത് കുടിച്ചിട്ട് താങ്ക്സ് പറയും. അല്ലാത്ത സമയത്ത് ഈ പറയുന്ന ഓൺലൈനിലൂടെ ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു? എന്തായാലും വല്ലാത്തൊരു ഗതികെട്ട ഒരു അവസ്ഥ തന്നെ കേട്ടോ, ഓരോ മനുഷ്യന്മാരുടെ അവസ്ഥ. അപ്പൊ എനിക്ക് പറയാനുള്ള മക്കളെ, നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഓൺലൈനിലൂടെ വിർച്വൽ ആയിട്ടുള്ള ഇത്തരം കാര്യങ്ങളിലൊന്നും വലിയ അർത്ഥമൊന്നുമില്ല. ഇതിലൂടെ എന്തെങ്കിലും ഒരു സുഖം കിട്ടുന്നതെന്ന് അറിയില്ല. പക്ഷെ എനിക്കാണെങ്കിൽ എത്തുമ്പോഴും കിട്ടുന്നില്ല. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു സംതൃപ്തി മനുഷ്യന് കിട്ടുന്നുള്ളത്. പിന്നെ ഈ പറയുന്ന ഇതിനോട് എനിക്കൊരു ഈടായിട്ട് ഒരു എന്താ പറയാ, ഒരു ഭയങ്കര ആഗ്രഹം ഇതിനോടല്ല ഓൺലൈനിൽ ഇതൊക്കെ പറയാ ഒരു കവിത പോലെ, അല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയാ ഒരു സുന്ദരമായ ഒരു കാവ്യം പോലെ നമ്മളിങ്ങനെ ആസ്വദിച്ച് രചിക്കുന്ന, അത് നമ്മൾ ആസ്വദിച്ച് രചിച്ചു കഴിയുന്ന സമയത്ത് മറ്റുള്ളവർക്ക് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു മഹാകാവ്യമാണ് ഈ പ്രണയം എന്ന് പറയുന്നതും ഈ പറയുന്ന ലൗകിക ജീവിതം എന്ന് പറയുന്നതും. അതിങ്ങനെ ഓൺലൈനിലൂടെ വീഡിയോ കോളിൽ നിങ്ങളിങ്ങനെ കുലിക്ക് സർവത്ത് ഉണ്ടാക്കിയിട്ട് ഇതിനെ നശിപ്പിക്കരുതെന്ന് മാത്രമേ പറയാനുള്ളൂ. എന്തായാലും ഞാൻ കുലിക്ക് സർവത്ത് കൊടുക്കണമെന്ന് ആഗ്രഹിച്ച് നിൽക്കുന്ന സമയത്ത് ഈ ഒരു സംഭവം കണ്ടതുകൊണ്ട് കുലിക്ക് സർവത്തിനോടുള്ളൊരു താല്പര്യം തന്നെ ഇല്ലാണ്ടായി. വല്ലാത്തൊരു എനിക്ക് പ്രമുഖരല്ലാത്ത ആളുകളൊക്കെ പറയാനുള്ളൂ, നിങ്ങൾക്ക് കുലിക്ക് സർവത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അതിന് താല്പര്യമുള്ള ആളുകളെ വിളിച്ച് വരുത്തിട്ട് അവർക്ക് വിളിച്ചിട്ട് കൊടുക്കുക. അവരോട് ചോദിക്കണം, അവർക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം കൊടുക്കുക. അപ്പൊ അതും പ്രശ്നമാണ്. ഇപ്പൊ സിനിമാ മേഖലയിലുള്ള വിവാദങ്ങളൊക്കെ കണ്ടില്ലേ? അപ്പൊ അതുകൊണ്ടൊക്കെയാണ് ഞാനീ പറഞ്ഞ മാതിരി മറ്റേ ലൗകിക ജീവിതമൊക്കെ ഉപയോഗിച്ചിട്ട് കാശിക്ക് വന്നിട്ട് ഇവിടെ പോയി ഞാൻ ഗംഗയിൽ സ്നാനം ചെയ്തിട്ടുണ്ട്. അപ്പൊ സ്നാനം ചെയ്ത് സകല പാപങ്ങളും ഇവിടെ കഴുകി കളഞ്ഞു. ഇനിയിപ്പോ എനിക്ക് ചൊറി പിടിക്കാൻ സാധ്യത ഉള്ളതുകൊണ്ട് ഞാനൊരു ഇച്ചുകാടൊക്കെ വാങ്ങിയിട്ട് ഞാനിങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ വന്നിരിക്കുകയാണ്. പക്ഷെ കുലിക്ക് സർവത്ത് ഞാൻ വിട്ടു, ഇനി ജന്മത്തെ കുലിക്ക് സർവത്ത് കുടിക്കുക. വല്ലാത്തൊരു ജാതി കഥയായി. നേരെ ഈ വീഡിയോയുടെ ഇടയിൽ മച്ചാന്റെ വീഡിയോ വെച്ചാണ് പോകുന്നത്. ഞാൻ കണ്ടായിരുന്നു. അത് ഞാൻ പിന്നെ കട്ട് ചെയ്ത് മാറ്റിയൊന്നുമല്ല. എന്തായാലും കേസൊക്കെ കൊടുത്ത് ആ വഴിക്ക് പോകുന്ന ഒരു കേസല്ലേ. പിന്നെ അത് മാത്രമല്ല, ഒരാൾ ഈ പരിപാടി ചെയ്യുന്ന വീഡിയോ നമ്മളെടുത്ത് പ്രചരിപ്പിക്കുന്ന തെറ്റാണ്. പിന്നെ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസിന് എതിരാണ് ഈ സാധനം. അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് ആ വീഡിയോ വയ്ക്കുന്നില്ല. ഈ വീഡിയോയിൽ രണ്ട് പോസിബിലിറ്റി ഉള്ളൂ. ഒന്നുകിൽ AI അല്ലെങ്കിൽ ഹണി ട്രാപ്പ്. ഈ രണ്ട് പോസിബിലിറ്റി മാത്രമേ ഉള്ളൂ. എയ്ക്കുള്ള പോസിബിലിറ്റി ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രത്തോളം ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കത് കണക്റ്റ് ആകുന്നില്ല. കാരണം വേറൊന്നുമല്ല, അത്രയും ക്ലാരിറ്റി കുറഞ്ഞ വീഡിയോ ആണ് ഈ വീഡിയോ. പിന്നെ അതിന് നമ്മുടെ പോലീസുകാർ തെളിയിക്കുക തന്നെ ചെയ്യണം. AI ആയിക്കോട്ടെ അല്ലാതായിരുന്നോട്ടെ, അത് റിയൽ വീഡിയോ ആയാലും AI ആയാലും ഇങ്ങനെ ഒരു വീഡിയോ പ്രചരിപ്പിക്കുന്നത് തെറ്റ് തന്നെയാണ്. മറ്റൊരാളുടെ നഗ്നത പറയുന്ന പോലെ സോഷ്യൽ മീഡിയയിൽ ഇട്ട് വലിച്ചു കീറുന്നത് തെറ്റ് തന്നെയാണ്. അത് AI ആയാലും അല്ലെങ്കിലും. അതുകൊണ്ട് അങ്ങനത്തെ വീഡിയോ എടുത്ത് ഷെയർ ചെയ്യുന്നവരും എടുത്ത് ട്രോൾ ആക്കുന്നവരും സൂക്ഷിച്ചോ, നിങ്ങൾക്കുള്ള പണി തന്നെയാണ്. ഇപ്പൊ നിങ്ങളങ്ങ് എടുത്ത് കൊണ്ടുപോയി അങ്ങ് അടച്ചിട്ട് ഇടിക്കുന്ന അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നൊന്നുമല്ല. പക്ഷെ കുറച്ചാൾ കയറി ഇറങ്ങേണ്ട ഒരു വകുപ്പായിട്ട് വരും. മറ്റൊരാളുടെ നഗ്നത വീഡിയോ ആണ്, അത് പ്രദർശിപ്പിക്കുന്നത് തെറ്റ് തന്നെയാണ്. തെറ്റ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വിഷയത്തിലോട്ട് വീണ്ടും വരാം. എനിക്കിത് കണ്ടിട്ട് ഒരു ഹണി ട്രാപ്പിന്റെ മണം അടിച്ചിട്ടുണ്ട്. കാരണം ഒരു ഹണി ട്രാപ്പിൽ പെട്ടതാകാം കടൽ മച്ചാൻ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ AI. രണ്ടും പോസിബിലിറ്റിയാണ്. ഹണി ട്രാപ്പ് ആണെങ്കിൽ ഭയങ്കര ചെയ്ത്ത് പരിപാടിയാണ് ഇവനോട് കാണിച്ചു വെച്ചിട്ടുള്ളത്. ഇവൻ ഈ പറയുന്ന പോലെ ആരെയും പബ്ലിക്കിൽ കൊണ്ടുപോയി പീഡിപ്പിക്കുകയോ അല്ലെങ്കിൽ പബ്ലിക്കിൽ നഗ്ന പ്രദർശനം നടത്തുകയൊന്നും ചെയ്തിട്ടില്ല. ആരുടെയോ കൺസേണോടെ ആയിരിക്കണം ഇങ്ങനെ ഒരു വീഡിയോ കാണിച്ചു കൊടുത്തെങ്കിൽ ചെയ്യുന്നത്. അവര് നല്ല പോലെ മൂഞ്ചിച്ചതാവാനും ചാൻസ് ആണ്. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ AIക്കുള്ള പോസിബിലിറ്റിയും നമ്മൾ തള്ളിക്കളയേണ്ട, എങ്കിലും എവിടേക്കോ എന്തൊക്കെയോ ചീഞ്ഞ് നാറുന്നുണ്ട്. അതുകൊണ്ട് ഈ വീഡിയോ ഷെയർ ചെയ്ത് കളിക്കുന്നവർ സൂക്ഷിക്കുക. മറ്റൊരാളുടെ നഗ്നത വീഡിയോ ആണ്, അത് ഷെയർ ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് നാളെ ഇതേ അവസ്ഥ വരികയാണെങ്കിൽ ഒരു മോശം അനുഭവമായിരിക്കും. അതുകൊണ്ട് ദയവ് ചെയ്ത് ഈ വീഡിയോ ഷെയർ ചെയ്യാതിരിക്കുക. മച്ചാന്റെ നഗ്നത വീഡിയോ എന്ന് പറഞ്ഞ് ട്രോളാക്കുന്നവരും എടുത്തു വെച്ച് ചെയ്യുന്നവരും ഒക്കെ ആ വീഡിയോ റിലേറ്റ് ചെയ്ത് അത് ഷെയർ ചെയ്ത്. കാരണം നിങ്ങൾക്ക് നാളെ ഇതേ അനുഭവം വരാം. നമ്മളും നാളെ ഹണി ട്രാപ്പിൽ പെടാം, പറയാൻ പറ്റത്തില്ല. ഒരു പെണ്ണിനെ വിശ്വസിച്ചും കൊണ്ട് നമ്മളെല്ലായിടത്തും കാണിച്ചു കൊടുക്കുകയും നാളെ ആ പെണ്ണ് നമ്മളെ കിട്ട് മൊട്ടം പണി തരുമ്പോൾ ഉള്ള അവസ്ഥ ആലോചിച്ചാൽ മാത്രം മതി.
അതുകൊണ്ട് ഇതൊരു ഹണി ട്രാപ്പിനുള്ള പോസിബിലിറ്റി ഉണ്ട്, എഐക്കുള്ള പോസിബിലിറ്റി ഉണ്ട്. എന്തായാലും ഏതാണ് സത്യമെന്ന് തെളിയിക്കുക തന്നെ ചെയ്യണം. അത് സ്റ്റേഷനിൽ പോലീസുകാരുണ്ട്, അവർ ആ പണി നോക്കിക്കോളും നന്നായിട്ട്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഹെലനോസ് പാട്ടയുടെ കേസിൽ ഇതുവരെ ഒരു നീതി കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഇതൊക്കെ ഇങ്ങനെ വർഷങ്ങളോളം നീണ്ടു പോകും, ഏതായ രീതിയിൽ പോകത്തുള്ളൂ. നമുക്ക് വെയിറ്റ് ആൻഡ് വാച്ച് എന്ന് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. വെയിറ്റ് ആൻഡ് വാച്ച്. ഈ വെയിറ്റ് ചെയ്യുന്നത് എത്ര വർഷം വെയിറ്റ് ചെയ്യണം അറിയാൻ പറ്റത്തില്ല, വാച്ച് ചെയ്യാം, കണ്ടറിയാം. പിന്നെ ഈ പറഞ്ഞ വീഡിയോ ആരും ഷെയർ ചെയ്യാതിരിക്കുക, അതേ മാക്സിമം പറയാനുള്ളൂ. നമ്മുടെ ഈ റിയാക്ഷൻ വീഡിയോ എല്ലാവരും മാക്സിമം ഷെയർ ചെയ്ത് ആളുകളിലേക്ക് എത്തിക്കുക. ഇത് ഈ നഗ്നത വീഡിയോ ഷെയർ ചെയ്ത് കളിക്കുന്നവർ സൂക്ഷിക്കുകയും ചെയ്യണം. കാരണം മറ്റൊരാളുടെ പ്രൈവസിയാണ്. അതിച്ചത് ഏതെങ്കിലും പെണ്ണാണെങ്കിൽ അവരുടെ വാങ്ങിച്ചു തരാം കേട്ടാ കൊച്ചെ, ഹണി ട്രാപ്പുകാരി എന്നേ എനിക്ക് പറയാനുള്ളൂ. അല്ലെങ്കിൽ എഐക്കാരൻ, ഇതേതോ ഒന്നാണ്.